ജീവനക്കാർ തങ്ങളുടെ മെഡിസപ്പ് ID സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ധനകാര്യ വകുപ്പിൽ നിന്ന് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സ്പാർക്ക് ലോഗിൻ ചെയ്ത് അഡ്മിനിസ്ട്രേഷൻ മെനുവിൽ ഏറ്റവും താഴെയുള്ള മെഡിസപ്പ് എന്നതിന്റെ വലതുവശത്തായി കാണുന്ന അപ്ഡേറ്റ് മെഡിസപ്പ് ID ഇൻ സ്പാർക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന മാപ്പിംഗ് ദ മെഡിസപ്പ് ID വിത്ത് പെൻ എന്ന പേജിൽ ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, DDO കോഡ്, ബിൽ ടൈപ്പ് എന്നിവ നൽകിയതിനു ശേഷം ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് എംപ്ലോയീസ് പെൻഡിംഗ് ഫോർ മെഡിസപ്പ് ID അപ്ഡേഷൻ ആർ ലിസ്റ്റഡ് ബിലോ എന്ന പേജിന് താഴെയായി നമ്മുടെ സ്ഥാപനത്തിലെ മെഡിസപ്പ് ID ഉള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ടാവും. അതിന് വലതുവശത്തുള്ള ടിക്ക് ബോക്സ് ചെക്ക് ചെയ്തതിനു ശേഷം ഫെച്ച് മെഡിസപ്പ് ID എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മെഡിസപ്പ് ID ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയീസിന്റെ സ്പാർക്കിലെ ഡീറ്റെയിൽസും മെഡിസപ്പിലെ ഡീറ്റെയിൽസും ഒക്കെ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് സക്സസ് എന്ന് കാണുന്നുണ്ടാവും. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതവിടെ കാണിക്കുന്നുണ്ട്. സക്സസ് ആണ് എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് മെഡിസപ്പ് ID ഇൻ സ്പാർക്ക് എന്നുള്ള അതിന്റെ താഴെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മെഡിസപ്പ് ID ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി ഇൻ സ്പാർക്ക് എന്നൊരു പോപ്പപ്പ് മെസ്സേജ് കാണും. അതിന് ഓക്കെ കൊടുക്കുക. നമുക്ക് മെഡിസപ്പ് ഡീറ്റെയിൽസ് PDF ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കാണുന്നുണ്ടാവും. തുടർന്ന് സ്പാർക്കിന്റെ മെയിൻ മെനുവിലെ സർവീസ് മാറ്റേഴ്സിലെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ മെമ്മോറാണ്ട, പ്രസന്റ് ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ എംപ്ലോയി ഡീറ്റെയിൽസ് ഉള്ള പേജിലേക്ക് വരുന്നുണ്ടാവും. അതിലെ പ്രസന്റ് സർവീസ് ഡീറ്റെയിൽസ് എന്ന അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ മെഡിസപ്പ് ID എന്ന പേരിൽ നമ്മുടെ മെഡിസപ്പ് ID അവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക.